നമസ്കാരം. ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാ മഴക്കാലത്തും കേരളത്തിലുള്ളൊരു പ്രശ്നമാണ് പനിക്കാലമാണ് മഴക്കാലം. ഏറ്റവും സാധാരണയായിട്ട് ഈ കാലത്ത് കണ്ടുവരുന്ന പനികൾ, ഒന്ന് ഇൻഫ്ലുവൻസ, അതായത് നമ്മൾ വൈറൽ പനി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ ഫീവറാണ്. 2 ഡെങ്കി പനിയാണ്. 3 എലിപ്പനി. 4 നമ്മുടെ ഛർദ്യാതിസാരം പോലെയുള്ള നമ്മുടെ വയറിളക്കം, ഛർദിൽ അങ്ങനെയുള്ളത്. പിന്നെ ഈ സമയത്ത് കണ്ടുവരുന്ന കുറച്ച് പനികളുണ്ട്. അത് ബാക്കി ഞാൻ പറയാം. റെയറായിട്ട് കണ്ടുവരുന്നതാണ് ഇപ്പോൾ പക്ഷേ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വാതരോഗികൾ എന്തുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ് ആർത്രൈറ്റിസ് ഉള്ളവർ. പിന്നെ കുറേ വാതരോഗികൾക്ക് ലങ്സിനൊക്കെ പ്രശ്നം കാണും. കുറച്ച് പേർക്കെങ്കിലും ഒരു 10-15% ആളുകൾക്ക് വാതരോഗം ലങ്സിനെ ബാധിച്ചവരും കാണും. അപ്പോൾ ഇവർക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലെ അതിനെ കുറച്ചുകൂടി സിവിയറായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്, എസ്പെഷ്യലി ചില മരുന്നുകൾ കഴിക്കുന്നവർ. അപ്പം ഈ വാതരോഗികൾക്ക് പനി വന്നാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ജനറൽ പബ്ലിക്കിനും പനി വന്നാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്ന്, ഒരു പനി വരുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യസഹായത്തിൻ്റെ ആവശ്യം തേടേണ്ടതുണ്ട്. ഒരു ജനറൽ പബ്ലിക്കിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മളൊരു കേരളത്തിലെ ഒരു ജനറൽ പബ്ലിക്കിൻ്റെ കാര്യത്തിൽ 30-35 വയസ്സുള്ള ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ വളരെ സീരിയസ്, ഫസ്റ്റ് ഓടിപ്പോയി നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഫസ്റ്റ് ഡേ ഇപ്പോൾ പനി വന്നു, അടുത്ത രാവിലെ തന്നെ പനി വന്നാൽ ഉച്ചയ്ക്ക് തന്നെ പോയി ചെറിയ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ഒബ്സർവ് ചെയ്യാം. എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ആരൊക്കെയാണ് ഡോക്ടറെ മസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ പനികൾ ഞാൻ പറഞ്ഞു, പലതരത്തിലുള്ള പനികളുണ്ട്. ചെറിയ സീരിയസ് അല്ലാത്ത പനികളുണ്ട്, സീരിയസ് ആയിട്ടുള്ള പനികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? സാധാരണ ഒരു ഇൻഫ്ലുവൻസ ഫീവർ, അതായത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അത് വൈറൽ ഫീവർ എന്ന് പറയുന്ന, നമുക്ക് പനിയുണ്ടാകും, തുമ്മലുണ്ടാകും, മൂക്കൊലിപ്പുണ്ടാകും, തൊണ്ടവേദനയുണ്ടാകും, ചുമയുണ്ടാകും. അതായത് റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ശ്വാസകോശത്തെയും അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഈ അസുഖങ്ങളെയാണ് നമ്മൾ സാധാരണ വൈറൽ ഫീവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് പറയും. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ഉള്ള ആളുകൾ 99.9% ആളുകൾ സാധാരണയായിട്ട് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരും. അവർക്ക് അസുഖം തീവ്രമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആളുകളിൽ 99% മുകളിലും സാധാരണ പെട്ടെന്ന് തന്നെ 2-3 ദിവസം ക്ഷീണമൊക്കെ കാണും. പിന്നെ ഈ പനി വിട്ട് കഴിഞ്ഞാൽ ചുമ വരാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സീരിയസ് ആയി മരണകാരണമാകാറില്ല ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്. അപ്പോൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് അല്ലെങ്കിൽ ചുമയുള്ളവർ, പനിയുള്ളവർ സാധാരണ ഡോക്ടറെ കാണേണ്ടത്, ഒന്ന്, നിങ്ങൾക്ക് അനുബന്ധ അസുഖങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കിഡ്നിക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ ലിവറിന് അസുഖമുണ്ട്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ, ഇപ്പോൾ ഫോർ ആർത്രൈറ്റിസ് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക, ബയോളജിക്കൽ മരുന്നുകൾ എന്തെങ്കിലും എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹൈ ഡോസിൽ കഴിക്കുന്നവരുണ്ട്. SLE ഒക്കെ സ്റ്റിറോയിഡ് 30 മില്ലിഗ്രാമിൽ കൂടുതൽ 10 മില്ലിഗ്രാമിൽ കൂടുതൽ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഹാർട്ടിന് പമ്പിങ് മോശമാണ്, ലങ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളവരാണ്, ലങ്സിന് ചുരുങ്ങുന്ന അസുഖമുള്ളവരാണ്, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. എല്ലാവരും സാധാരണയായിട്ട് ഹെൽത്തി ആയിട്ട് ഒരാൾ, അല്ലെങ്കിൽ ചെറിയ ആർത്രൈറ്റിസിന് മരുന്ന് കഴിക്കുന്ന ആൾ HCQ മാത്രമേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മെത്തോഡ്രോക്സിൽ ചെറിയ ഡോസിലേ കഴിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ല. അവർ യൂഷ്വലി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിന് ശേഷവും പനി വിട്ടുമാറുന്നില്ല, ഒന്ന്, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു. നേരത്തെ ശ്വാസം മുട്ടലില്ലാതെ ഭയങ്കരമായി ശ്വാസം മുട്ടൽ, നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ വരുന്നു, നെഞ്ചിന് വേദന വരുന്നു, അതിയായ തലവേദന ഭയങ്കരമായിട്ട് കൂടി വരുന്നു. ചില സംസാരിക്കുമ്പോൾ ചെറിയ റിലവൻസ് പോലെ വരും തോന്നുന്നില്ല, വീട്ടുകാർക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നതിൽ കുറച്ച് വ്യതിയാനം വരുന്നു, മൂത്രത്തിൻ്റെ തോത് കുറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്ക് എഴുന്നേറ്റ് പോലും നടക്കാൻ വയ്യ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഡെഫിനറ്റായിട്ട് ഡോക്ടറെ കാണണം. റെസ്റ്റ് എടുക്കണം. എന്തുകൊണ്ടാണ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ, റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് ആക്ട് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യുമ്പോൾ ഈ വൈറസിനെ ക്ലിയർ ചെയ്യാനും പറ്റും. അതേസമയം ഇൻഫ്ലുവൻസ്, ഈ പനിയുള്ള സമയത്ത് നമ്മൾ പോയി ഓടിച്ചാടി നടന്ന്, നമ്മൾ പണിക്ക് പോയി സ്പീഡായിട്ടൊക്കെ നടന്ന് കൂടുതൽ പണിയെടുത്ത് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. പക്ഷേ നമ്മൾ ഓവറായിട്ട് വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആവി പിടിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പനി ഇപ്പോൾ കണ്ടുവരുന്നത് ഡെങ്കി ഫീവറാണ്. ബഹുഭൂരിഭാഗം ആളുകളിൽ എഗെയിൻ ഡെങ്കി ലെസ് സിവിയർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഡെങ്കിക്ക് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് പോലെയല്ല, കുറച്ചുകൂടി സീരിയസ് ആകാനുള്ള സാധ്യത ഉള്ളൊരു പനിയാണ് ഡെങ്കിപ്പനി. അപ്പോൾ നമ്മൾ ഡെങ്കിപ്പനിയുടെ ലക്ഷണം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ഡെങ്കിപ്പനി തിരിച്ചറിയുന്നത്? ഡെങ്കിപ്പനി നമ്മൾ തിരിച്ചറിയുന്ന, ഒന്ന്, അവർക്ക് ഭയങ്കരമായ ദേഹം വേദന കാണും, അവർക്ക് വിട്ടുമാറാത്ത പനി കാണും, നല്ല രീതിയിൽ പനി കാണും, ക്ഷീണം കാണും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, അവർക്ക് മൂക്കൊലിപ്പോ ചുമയോ ഒന്നും കാണില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ദേഹം വേദനയാണ്, ഭയങ്കരമായ ദേഹം വേദന, വിട്ടുമാറാത്ത പനി. ഡെഫിനറ്റ് ഡെങ്കിപ്പനി ആണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ സഹായം തേടണം. ഡോക്ടറുടെ സഹായം തേടിയിട്ട് ഒരു പ്ലേറ്റഡ് കൗണ്ടൊക്കെ മോണിറ്റർ ചെയ്യണം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഡെങ്കി സീരിയസ് ആകുവാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യവും വരാം. അപ്പോൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്സിനേക്കാളും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് ഡെങ്കിപ്പനി. അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെങ്കി പനിയേക്കാളും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് ലെപ്റ്റോസ്പൈറോസ് അഥവാ എലിപ്പനി. നമ്മുടെ നാട്ടിൽ എലിപ്പനി എന്നാണ് വിളിക്കുന്നത്. അത്
ലെപ്റ്റോസ്പൈറസ് ഉണ്ടാകുന്നത് പലപ്പോഴും അഴുക്ക് വെള്ളത്തിലൊക്കെ ഈ നമ്മൾ കാലിൽ മുറിവുണ്ടാകും. ആ മുറിവിലൂടെ ചവിട്ടുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കയറുന്നതും ഈ അസുഖം ഉണ്ടാക്കുന്നതും. ഇത് വളരെ ഈസി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ്. ഒന്ന്, കറക്റ്റായിട്ട് ചപ്പലൊക്കെ ധരിച്ച് നല്ല ഷൂസൊക്കെ ധരിക്കുക. ഇത് കൃഷിപ്പാടങ്ങളിലും കുട്ടനാട് ഭാഗത്തൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ ബൂട്ട്സൊക്കെ ധരിച്ച് പോയി കഴിഞ്ഞാൽ ഈ എലിപ്പനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. അതുപോലെ ഈ വെള്ളത്തിൽ ചവിട്ടി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡോക്സിസൈക്ലിൻ പ്രൊഫൈലാക്സിസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൊഫൈലാക്സിസ് കഴിച്ച് കഴിഞ്ഞാൽ, ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിപ്പനി വരാതെ നോക്കാം. പക്ഷേ ഒരാൾക്ക് പനി വന്നാൽ എങ്ങനെയാണ് എലിപ്പനിയാണെന്ന് അറിയുന്നത്? കാഫ് മസിലിൽ സിവിയർ ടെൻഡർനെസ് കാണും, ഭയങ്കരമായ ടെൻഡർനെസ് കാണും. അതുപോലെ അവർക്ക് നല്ല രീതിയിലുള്ള ദേഹം വേദന കാണും, പനി കാണും, മൂക്കൊലിപ്പ് കാണില്ല. അപ്പോൾ ഡെങ്കി ആണെങ്കിൽ എലിപ്പനി ആണെങ്കിൽ മൂക്കൊലിപ്പ് കാണില്ല, തൊണ്ടവേദന കാണില്ല. അവർക്ക് ബേസിക്കലി ദേഹം വേദന ഭയങ്കരമായിട്ട് കാണും. അതുപോലെ കാഫ് മസിൽ ഭയങ്കരമായിട്ട് പെയിൻ കാണും, കാഫ് മസിൽ ടെൻഡർനെസ് പറയും. അതുപോലെ അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് മഞ്ഞപ്പിത്തം വരാം, മൾട്ടി ഓർഗൻ ഫെയിലിയർ വരാം, ബാക്കിയുള്ള ഓർഗൻസിനെ ബാധിക്കാം. അതുകൊണ്ട് എലിപ്പനി ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് സൂക്ഷിക്കണം. എലിപ്പനി വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതൊരിക്കലും കിഡ്നിയോ ലിവറിനെയൊക്കെ ബാധിക്കുന്ന മുമ്പാണെങ്കിൽ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കാണുന്നൊരു അസുഖമാണ്, നമുക്കറിയാം, ജലജന്യ രോഗങ്ങളെന്ന് നമ്മൾ പറയുന്ന, ഒന്ന് വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ, രണ്ട് മഞ്ഞപ്പിത്തം. നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ ഈ വർഷം വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്, മഞ്ഞപ്പിത്തം വളരെ കൂടുതലായിട്ട് കണ്ടു. അപ്പം എല്ലാ രോഗികളോടും പറയാനുള്ളത്, അതുപോലെ വയറിളക്കം, നമ്മൾ പലതരത്തിലുള്ള ഛർദ്ദിയാതിസാരം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്നൊക്കെ വിളിക്കുന്നത്, അതുണ്ടാകുന്ന മലിനജലത്തിലൂടെ ബാക്ടീരിയയും ഒക്കെ നമ്മുടെ വൈറസൊക്കെ നമ്മുടെ വയറിൽ പോവുകയും, ആ വയറിൽ പോയി കഴിയുമ്പോൾ അത് നമ്മുടെ വയറിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി ഡയറിയയും വയറും ഛർദ്ദിയിലും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഛർദ്ദിയാതിസാരം ഉണ്ടാകുന്നത്. അത് നല്ല രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും കഴിയുന്നതും ഒരു ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ തന്നെ വൃത്തിഹീനമായ ഉണ്ടാക്കിയ ജ്യൂസ് കഴിക്കാതിരിക്കുക. പലപ്പോഴും ഐസൊക്കെ ഉണ്ടാക്കുന്ന നമുക്കറിയാം, വൃത്തിഹീനമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഐസുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, അവിടെ നിന്നൊക്കെ ആയിരിക്കും ഇൻഫെക്ഷൻ കിട്ടുന്നത്. അതുപോലെ ചില ഫുഡ് ഐറ്റംസ്, എസ്പെഷ്യലി നോൺ വെജ് ഐറ്റംസ് 2 ദിവസമൊക്കെ വെച്ച ഫുഡൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ചൂടുള്ള ആഹാരം കഴിക്കുക. അതാണ്, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. അതിൽ ഡെഫിനറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വയറിളക്കവും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള മഞ്ഞപ്പിത്തമൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന, ഈ മഴക്കാലത്ത് കാണുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതിരോധിക്കാനായിട്ട്. ഒന്ന്, ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞു, വാക്സിൻസ് അവൈലബിൾ ആണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. വാതരോഗികൾക്ക് ഇപ്പോൾ അമേരിക്ക എസ്പെഷ്യലി 50 കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ, ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ഉണ്ടെങ്കിൽ ഒരു 1000-1500 രൂപ അടുപ്പിച്ചാണ് ആ വാക്സിൻ. അത് എല്ലാ വർഷവും എടുക്കണം, കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻ റിസ്ക് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇൻഫ്ലുവൻസ സിവിയർ ആകാതിരിക്കാനും സാധിക്കും. അപ്പോൾ അത് ഇൻഫ്ലുവൻസയുടെ വാക്സിനാണ്. ബാക്കി ഡെങ്കിക്ക് ഞാൻ പറഞ്ഞു, ശുദ്ധജലത്തിലാണ് ഈ ഏഡിസ് കൊതുകുകൾ മുട്ടയിടുന്നത്, അവിടെ നിന്നാണ് നമുക്കിത് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് സിമ്പിളാണ്, നമ്മുടെ വീട്ടിൽ ഡ്രൈ ആയിട്ട് വെക്കുക. കഴിയുന്നതും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കളയുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റിലും അത് വീടുകളിലും ഡ്രൈ ഡേ ആലോചിക്കുക. രാവിലെ ഒരു ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് എല്ലായിടത്തും വീട്ടിൽ നോക്കി എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അതൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കി വരാനുള്ള റിസ്ക് കുറയും. എലിപ്പനിയും നമുക്കറിയാം, ചീത്ത വെള്ളത്തിൽ കാൽ ചവിട്ടുമ്പോഴും മുറിവുണ്ടെങ്കിൽ അതിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത്. മാത്രമേ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്. ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ എലിപ്പനി വരാതിരിക്കാനും നോക്കാൻ കഴിയും. അതുപോലെ ഛർദ്ദിയാതിസാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എഗെയിൻ പറഞ്ഞു, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ അസുഖം വരാതിരിക്കാൻ നോക്കാൻ സാധിക്കും. പിന്നെ ഈ സീസണിൽ പറയാനുള്ള വേറെ പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പോയി കഴിയുമ്പോഴാണ് ഈ ജൂൺ മാസത്തിൽ കണ്ടമാനം ഈ വൈറൽ ഫീവർ, ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്സും വരുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ വീട്ടിൽ വാതരോഗികളുണ്ട്, അല്ലെങ്കിൽ അല്പം നമ്മൾ പ്രായമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ ആർത്തറൈറ്റിസൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പറയാനുള്ള കാര്യം, കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് പനിയുടെ ലക്ഷണമുണ്ടെങ്കിൽ കഴിയുന്ന അവരിൽ നിന്ന് കുറച്ച് 2-3 ദിവസം ഒന്ന് മാറി നിൽക്കുക. കുട്ടികളോട് മാസ്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കഴിയുന്നതും കുറയ്ക്കുക. അത് എളുപ്പമല്ല, എനിക്കറിയാം. ഒരു ചെറിയ വീട്ടിലൊക്കെ ഒരു കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയായിട്ട് ഇൻട്രാക്ഷൻ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും കഴിയുന്നതും കുറച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കിട്ടാനുള്ള റിസ്ക് കുറയും.